1980 ഞാൻ ശബരിമലയിലെ പമ്പയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ എത്രയായി. അന്ന് പമ്പയ്ക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പമ്പ നദിയുടെ അവിടെ ഇന്നുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. കലുങ്ക് കെട്ടിയിട്ടുണ്ട്, 2-3-4 സ്റ്റെപ്പുകളും കാണും. വെള്ളത്തിൽ ഇറങ്ങി കയറി പോകണം. അക്കരെ ശബരിമല പമ്പയാറിൻ്റെ അക്കരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇന്ന് കാണുന്ന ലോഡ്ജുകളൊന്നും അവിടെയില്ല. അവിടെയൊക്കെ 1-2 ചെറിയ മുറുക്കാൻ കടകളൊക്കെ മാത്രമേ ഉള്ളൂ. ശബരിമല പമ്പയിൽ അന്ന് പോലീസിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് 1-2 മുറിയുള്ള ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. അതുകൂടാതെ പോലീസും ഞങ്ങളും എല്ലാം അവിടെ കിടക്കുന്നത് പമ്പയിൽ വനത്തിനോട് ചേർന്ന റോഡ് സൈഡിൽ ഷെഡ് കെട്ടിയാണ് കിടന്നിരുന്നത്. അവിടെ പോലീസിൻ്റെ യൂണിറ്റ് വയർലെസ് സെറ്റ് ഉണ്ടാവുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഷെഡിനോട് ചേർന്ന് അവിടെ ഉയർത്തിക്കെട്ടിയ പ്ലാറ്റ്ഫോമുണ്ട് തടിയുടെ. അതിൻ്റെ മുകളിലെ ഇല്ലികൾ മുള പൊട്ടിച്ച് അത് അതിൻ്റെ തൈതലെടുത്ത് അതവിടെ ആ ഷെഡിൻ്റെ അവിടെ വിരിക്കും. അതിൻ്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. പകലും രാത്രിയും ഭയങ്കര തണുപ്പാണ്. കമ്പിളിയായിട്ടാണ് പോകുന്നത്. പമ്പയിൽ വരെ ഇപ്പുറത്തെ കരയിൽ മാത്രമേ അത്യാവശ്യം വാഹനങ്ങൾ ചെല്ലുള്ളായിരുന്നു. അക്കരെ കയറിക്കഴിഞ്ഞാൽ മുകൾ വരെ നടക്കണം. ഇന്നത്തെ സുബ്രഹ്മണ്യം റോഡൊന്നും അന്നില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റി വീഴും നട കയറുമ്പം. അവിടെ ഇവിടെ ചില നടകൾ മാത്രമേ ഉള്ളൂ. അത് വെറും കല്ലും മണ്ണുകൊണ്ട് മാത്രം സൃഷ്ടിച്ചതാണ്. ഇടയ്ക്ക് ശബരിമല കോവിലിൻ്റെ അവിടെ നിന്ന് എത്തുന്നതിനിപ്പുറം 5-6 സ്ഥലത്ത് ചെറിയ മാടക്കടകൾ, ചുറ്റും വനമാണ്. അങ്ങനെയായിരുന്നു ആ കാലത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. പിന്നീട് ഞാൻ ശബരിമലയിലെ പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായി പോയി കഴിഞ്ഞപ്പോൾ അതിശയിച്ചു പോയി. കാരണം പമ്പ നദിയിലെ ഇരുവശത്തും പടവുകൾ കെട്ടി. അത് തന്നെയല്ല, അക്കരയ്ക്ക് കിടക്കാനായിട്ട് വാഹനങ്ങൾ അക്കരെ കിടക്കാൻ തുടങ്ങി. അവിടെ മുഴുവൻ ലോഡ്ജുകളും അവിടെ മുഴുവൻ കടകളും ഒക്കെയായി. ശബരിമലയിൽ സുബ്രഹ്മണ്യം റോഡ് വന്നു. ആ റോഡിൽ കൂടെ ട്രാക്ടറും മറ്റു വാഹനങ്ങളൊക്കെ കയറിപ്പോകും. ശബരിമല ദർശനത്തിന് മുകളിൽ നടന്ന് തന്നെ കയറണം. ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയറുന്ന ആ അവസ്ഥകളൊക്കെ മാറി. ഇപ്പം ശബരിമല കോടിക്കണക്കിന് രൂപ വരവുള്ള ഒരു ക്ഷേത്രമായിട്ട് മാറി. അത് ദേവസ്വം ബോർഡ് ആണ് അത് നിയന്ത്രിക്കുന്നത്. അതിനകത്ത് ഗവൺമെൻറ്റിന് അതിനകത്ത് വലിയ കൺട്രോളില്ല. പക്ഷേ അവിടുത്തെ വരുമാനം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നവോത്ഥാനത്തിനും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പം വരുമാനങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അവിടെ മോഷണങ്ങളും പല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ഭക്തനായിരുന്ന ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഞാനിപ്പം ഓർമ്മ വരുന്നുണ്ട്. കാരണം ജസ്റ്റിസ് പരിപൂർണൻ്റെ ഒരു ജഡ്ജ്മെൻ്റുണ്ട്. ശബരിമലയെപ്പറ്റി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ശബരിമല പ്രവർത്തിക്കേണ്ടതെന്നും അങ്ങനെയുള്ള മേഖലകളെ പറ്റി അദ്ദേഹത്തിൻ്റെ വലിയ വിസ്തൃതമായ ഒരു ജഡ്ജ്മെൻറ്റ് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ്റെ അത് ബേസ് ചെയ്താണ് ഹൈക്കോടതി ബെഞ്ചുകൾ ഇന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കരനെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല ഇന്നുള്ള സ്വത്തുക്കൾ അതിൻ്റെ മുഴുവൻ കണക്കെടുക്കുമായിരിക്കും അദ്ദേഹം. അത് മുഴുവൻ രേഖപ്പെടുത്തുമായിരിക്കും. സ്വർണവും വെള്ളിയുടെയും ഡയമണ്ടിൻ്റെയൊക്കെ മാറ്റുകൾ രേഖപ്പെടുത്തും. അത് വളരെ ഇമ്പോർട്ടൻ്റായ ഘടകമാണ്. അതുതന്നെയുമല്ല, ശബരിമല വരുമാനം ഏതൊക്കെ രീതിയിലാണ് ചെലവഴിക്കുന്നതിന് കൃത്യമായ ഒരു രേഖ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ദേവസ്വം മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ട് 1999 മുതലുള്ള കാര്യങ്ങൾ അവിടെ വിലയിരുത്തും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതുവരെ പല ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഒക്കെ വന്നെങ്കിലും ഈ മന്ത്രി വന്നിട്ടൊന്നും ഇതുവരെ വിലയിരുത്തി കാണുന്നില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ആർക്കും പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ച് ശബരിമലയുടെ ആ പ്രതിഷ്ഠയുടെ സിഗ്നിറ്റി അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ ആ ഉദ്ദേശം അനുസരിച്ച് അവിടെ 10 വയസ്സിനും 50 വയസ്സിനിടയ്ക്ക് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല പാരമ്പര്യമായിട്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും സുപ്രീം കോടതിയിലെ വിധി വന്നപ്പം
ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം എന്നുള്ള വിധി കിടപ്പുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ചുള്ള കാര്യത്തിലേക്കാണ് ശബരിമല ഊന്നി നിൽക്കുന്നത്. അതനുസരിച്ച് പോട്ടെ കാര്യങ്ങൾ. അതിന് വിഘാതം വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ശബരിമല വളരെ ശാന്തമായ ഒരു പ്രദേശമാണ്. അവിടെ ഭക്തജനങ്ങൾ വന്ന് മടങ്ങിപ്പോകുന്ന സ്ഥലങ്ങളാണ്. ദേവസ്വം കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. അതിനൊക്കെ നവോത്ഥാനം വേണം. അതിനൊക്കെ പുനരുദ്ധരിക്കണം. അവിടുത്തെ ജീവനക്കാർക്ക്, കഴകക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും അവിടെ ശമ്പളം കൊടുക്കണം. ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. അത് മുഴുവൻ സംരക്ഷിക്കണം. പാരമ്പര്യമായിട്ടുള്ള പ്രശസ്തമായ പല അമ്പലങ്ങളും കേരളത്തിൽ ഇന്ന് സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേടുന്നുണ്ട്. അതേസമയത്ത് ഇതുപോലെ വരുമാനം കൂടുതലുള്ള അമ്പലങ്ങളിൽ ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അവ പുനരുദ്ധരിക്കുന്നതും ആ അമ്പലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും അവിടെ ജീവനക്കാർക്ക് വേതനം കൊടുക്കുന്നതും. അതുകൊണ്ട് പരിപാവനമായ ശബരിമലയിലെ വരുമാനത്തെ തൊട്ടാരും കളിക്കരുത്. അത് ഹൈക്കോടതി ഇപ്പം കൃത്യമായിട്ട് അത് കണ്ടെത്തിയിരിക്കുന്നു. ശബരിമലയിലെ അടുക്കും ചിട്ടയുള്ള ഒരു 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 കണക്ക് വേണ്ടി വരും. അത് എല്ലാവരും സഹകരിച്ച് ആ പണം സ്വാമിക്ക് മുമ്പിൽ എല്ലാവരും ഭക്തജനങ്ങളും കൊടുക്കുന്ന ആ പണത്തിന് കണക്കുണ്ടാകണം. അത് അർഹരായവർക്ക് കയ്യിലെത്തണം. അതുപോലെ തന്നെ കേരളത്തിലെ വളരെയധികം ആൾക്കാർ ശബരിമലയിലെ വരുമാനത്തിൻ്റെ പുറത്ത് അവിടെ പല കച്ചവട